സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 2, 5 തീയതികളിൽ 2 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 7-ാം തീയതിയാണ്. അതെ അതെ എല്ലാരും ഇവിടെ ശ്രദ്ധിക്കാം. നമ്മളിപ്പോ പെട്ടെന്ന് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിന്റെ കാര്യമോ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ എത്തി. പഞ്ചായത്ത് ഇലക്ഷൻ വന്ന് ഇനി നോമിനേഷൻ കൊടുക്കാൻ 3 ദിവസമാണ് ബാക്കിയുള്ളത്. നമ്മൾ ഇതുവരെ നമ്മളെ സ്ഥാനാർത്ഥിനെ തെരഞ്ഞെടുത്തിട്ടില്ല, ആരാ നിശ്ചയിച്ചിട്ടില്ല. ബാക്കിയുള്ള വാർഡുകളിലൊക്കെ സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചു കഴിഞ്ഞ്. തീരുമാനം ഇന്നാവണം, അതിനാണ് ഇപ്പം വിളിച്ചു കൂട്ടിയത്. അപ്പോൾ നമ്മളെ വാർഡിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാത്തത്. എതിർ ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നമ്മളെ സ്ഥാനാർത്ഥി ആരാന്ന് നമ്മൾ തീരുമാനിക്കണം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്ക്, ഞാൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്ക്. എൻ്റെ ഒരു ഇതിൽ എനിക്ക് നിൽക്കണമെന്ന് നല്ല താല്പര്യമുണ്ട്. ഇപ്പൊ നിൽക്കണില്ല. പക്ഷെ നിങ്ങൾ ആരെങ്കിലും നിൽക്കോ ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടോ? വിദ്യാഭ്യാസ ഒരു പ്രശ്നമുണ്ടാ അന്നെയാണോ ഉദ്ദേശിച്ചത്? എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എനിക്ക് നിൽക്കണ്ട. നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ. അതെ, ആയ കാലത്ത് കുറെ നിന്നല്ലേ, ഇനി കുറച്ച് റെസ്റ്റ് അടിക്ക്. പല്ലില്ല എന്നിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞൊരു കാര്യം, നമ്മൾ അണികളിൽ ആരും നിന്നിട്ട് ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. കാരണം അത്രയും വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ മുകളിലുള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ മെനക്കെട്ടാലും നമ്മൾ ജയിക്കൂല. നമുക്കിപ്പം വേണ്ടിയത് ഈ നാട്ടിൽ ജനസമ്മതിയുള്ള ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആൾക്കാർക്കൊക്കെ പ്രിയങ്കരനായ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെ ജനസമ്മതിയുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ ആരുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എല്ലാവരും തീരുമാനം എന്താണോ അതിൽ മാറ്റില്ല. അയാൾ വേറെ കേസിൽ പ്രശ്നമുണ്ട്. ഞാനൊരാളെ നിർദ്ദേശിക്കാം, പക്ഷെ ആള് നിൽക്കുമെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ആളെ പേര് പറയും, ആളൊക്കെ നമുക്ക് നിർത്തിക്കുക. നമ്മുടെ മന്മഥൻ മാഷായാലോ? മന്മഥൻ മാഷ് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ മന്മഥൻ മാഷക്ക് നല്ല പ്രായമുണ്ട്, മൂപ്പര് നിൽക്കും തോന്നുന്നില്ല. നമുക്കൊരു പണി ചെയ്യാം. മൂപ്പർക്ക് 2 ആൺകുട്ടികളുണ്ടല്ലോ, 2 മിടുക്കന്മാരാ. ഒരുത്തൻ എന്തോ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ മാസാണ്, ഒരുത്തൻ മറ്റേ കർഷകശ്രീ അവാർഡൊക്കെ വാങ്ങി. ഓരില് 2 ആളിൽ ഒരാൾ നിന്ന് കിട്ടിയാൽ നമ്മൾ കഴിച്ചു. ഈ മന്മഥൻ മാഷ കുടുംബം പോലൊരു കുടുംബം നമ്മൾ ഈ ദേശത്തേടുണ്ട്. നിർധനനായ യുവാവ് ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്നു. മൊയ്തുവോ? മാഷേ എന്താണ് മൊയ്തു, വോട്ട് ചോദിച്ചിറങ്ങിയതാണോ? വോട്ട് ചോദിച്ചിട്ടൊന്നല്ല മാഷേ, പിന്നെ അതിലും വലിയൊരു കാര്യമായിട്ടാ നമ്മൾ വന്നിക്കണത്. സംഭാവനയായിരിക്കും. സംഭാവനയല്ല, സംഭാവനയെക്കാട്ടും വലിയ ബമ്പറായിട്ടാ വന്നിക്കണത്. ബമ്പറോ? ഒരു ലോട്ടറി അടിക്കാൻ പോവാണ് മാസനും കുടുംബത്തിനും. എന്ത് ലോട്ടറി? മാഷേ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പൊ നമ്മൾ ഇന്നലെ LDPന്റെ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോ അവിടുന്ന് ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനം, LDPന്റെ സ്ഥാനാർത്ഥി ഈ പെരേന്നായിരിക്കണം എന്നാളാ. എന്തേ മാഷേ? അപ്പൊ നിങ്ങളങ്ങ് തീരുമാനിച്ചു അല്ലേ? അങ്ങനെയല്ല മാഷേ, പാർട്ടിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, അത് പറഞ്ഞതാണ്. അപ്പോ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്താ നിങ്ങളുടെ പാർട്ടിയിൽ ആളില്ലാണ്ടായോ? അങ്ങനെയല്ല മാഷേ, അത് എന്താന്ന് അറിയാം, മാഷോട് തുറന്ന് പറയാലോ. അതായത് ഇന്നലെ ഇപ്പൊ LDPന്റെ നമ്മള് പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞപ്പോ അവിടുന്ന് ചർച്ച നടത്തി ആരായിരിക്കണോ സ്ഥാനാർത്ഥി എന്നുള്ളത് കുറിച്ച്. അപ്പൊ പാർട്ടിയിൽ ആരും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണതിൽ ആർക്കും താല്പര്യം. കാരണം അതിപ്പോ ഓരോരുത്തരെ ചില പേര് ദോഷങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ പേരിലാണ്. അല്ല, എന്നാ പിന്നെ മൊയ്തുവിനൊന്ന് നിന്നൂടായിരുന്നു. മാഷേ, മൊയ്തുക്ക് നിൽക്കണ്ട. മൊയ്തുക്ക് നിന്നാലും 8 നില പൊട്ടും. കണ്ടോ? പക്ഷേ അണികൾക്ക് തന്നെ നമ്മളെ പറ്റി ഒരു അഭിപ്രായം ഇല്ല. പിന്നെ വെറുതെ നിന്നൊരു കോളം കിടന്നല്ലോ വെച്ചിട്ടാണ്. അപ്പൊ പാർട്ടിന്റെ മീറ്റിംഗിൽ ചർച്ച ചെയ്ത് വന്നപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു അഭിപ്രായം,
ഈ പെരേന്ന് ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ വിജയം ഉറപ്പാന്നുള്ള അതെ. അല്ലേ സുമേഷ് ചേട്ടാ? അപ്പൊ മാഷ് ഇപ്പൊ 25 കൊല്ലായിട്ട് ഉണ്ടാക്കിയ ഒരു ആൾക്കാരായിട്ട് ഉണ്ടാക്കിയ ഒരു സ്നേഹം, അപ്പൊ ഞാൻ അടക്കം മാസ സിസ്റ്റനാണ് അല്ലേ? അങ്ങനെ ഒരുപാട് സിസ്റ്റേക്കണെങ്കിൽ പിന്നെ മാഷ മക്കൾ, ഈ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ഈ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ്. പിന്നെ അപ്പൊ സ്ഥാനാർത്ഥി ഇവിടുന്ന് ആയിരിക്കണം, അതാണ്. 25 കൊല്ലമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച സൽപ്പേര് കളഞ്ഞു കുളിക്കണമെന്നാണ്. അങ്ങനെ പറയരുത് മാഷ, അതല്ല. അതിപ്പോ നമ്മളെ പാർട്ടിന്റെ പിൻബലം നിങ്ങൾക്ക് അറിയാലോ. നമ്മളെ കൂടെ ഒക്കെ നിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവമല്ലേ. എന്തായാലും മൊയ്തു, ഇപ്പോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനും നിൽക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അല്ല മാഷല്ല, ഞാനല്ലേ മാഷല്ല. ഞങ്ങൾ മാഷ ഇപ്പൊ ഈ വയസ്സാം കാലത്ത് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുകയില്ല അല്ലേ? മാഷ് റെസ്റ്റ് എടുക്കണപ്പോ. ഇപ്പൊ പാർട്ടിന്റെ പുതിയ തീരുമാനം എന്താ വെച്ചാൽ യൂത്തിനെ ഇറക്കണം എന്നാ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ മാഷ മക്കളിൽ ആരെങ്കിലും ഒരാള്, ശീതളിനോ സത്യശീലനോ അതിലേതെങ്കിലും ഒരാള്. അതെ, ഞാൻ വിളിക്കാം. എടാ, ശീതളാ, ശീതളാ, ശരിയാവും. ഇവര് നിങ്ങളെ കാണാൻ വന്നതാ. എന്താ പതുക? മാഷന്നെ പറഞ്ഞോളി. അത് വേണ്ട, ഏ? മൊയ്തു തന്നെ പറഞ്ഞോ. അതെ ശീതള, പഞ്ചായത്ത് ഇലക്ഷൻ വരുവാണല്ലോ മോനെ. ഞങ്ങളെ വോട്ട് ചെയ്യാൻ വരും. വോട്ട് ചെയ്യണം. വോട്ട് ഇപ്പൊ എല്ലാ കൊല്ലങ്ങളെ വോട്ട് ഞമ്മക്കാന്ന് ഞമ്മക്ക് അറിയാം. പക്ഷെ ഇപ്രാവശ്യം വോട്ട് മാത്രം പോരാ. അതായത് നമ്മളെ പാർട്ടിയുടെ ഒരു തീരുമാനേ LDPന്റെ സ്ഥാനാർത്ഥി ഈ പെരന്നായിരിക്കണം എന്നാണ്. അയ്യോ, അച്ഛനിപ്പോ ആദ്യത്തെ പോലെ ഒന്നും വായിക്കില്ല. ഏയ്, എടാ അവര് എന്നെയല്ല ഉദ്ദേശിക്കണേ, നിങ്ങളെ യൂത്തിനെ. അതായത് ഇപ്പൊ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ നിന്നിട്ടണം പാർട്ടിക്ക്. ഏട്ടനിപ്പോ ഒരു 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. ഏട്ടന് ഒന്നാമത്തെ ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഒരാളാ. അല്ല ഏട്ടൻ മാത്രമല്ലല്ലോ, അനിയനും നിൽക്കുകയാണ്. അയ്യോ മൊയ്തുക്ക, നമ്മളെ വിട്ടേക്ക്. എനിക്ക് ഒന്നാമത്തത് പരിചയമില്ലാത്തൊരു ഫീൽഡാ. അല്ല നമ്മളൊക്കെ ഇപ്പൊ എന്ത് പരിചയം ഫീൽഡിലേക്ക് വന്ന് ആണോ ഉണ്ടിയെ? ഇതൊക്കെ പരിചയപ്പെടുകയാണ് ശീതള ചെയ്യാ. അല്ല എന്നാലും ചേട്ടനോടൊന്ന് സംസാരിച്ചു നോക്കാം, എന്താ പറയണേന്ന് അല്ല അറിയില്ല. അങ്ങനെയല്ല. അപ്പൊ മാസ പാത പിന്തുടരുന്ന ഒരു മോപ്പ ശീതള അല്ലേ? നിങ്ങളും മാസാണ്. അല്ല എനിക്ക് പറ്റില്ല. നിങ്ങളൊന്ന് പറയ്. അവര് തീരുമാനിക്കട്ടെ, ഞാനെന്ത് പറയാം. ഏട്ടനോട് സംസാരിച്ചു നോക്കൂ. എന്നാ പിന്നെ ഏട്ടനൊന്ന് വിളിക്കുകള്. അച്ഛാ ഏട്ടനോടൊന്ന് പറയും. നീ അവനെ വിളിക്കുക, അവനെ വിളിച്ച് നീ എന്നെ ചോദിക്കും. ഏട്ടാ, ഏട്ടാ, ആ ഒന്നിങ്ങോട്ട് വരൂ. എന്താ എന്താ ഇത് അവർക്ക് എന്താ സംസാരിക്കാണ്ട് ഇത്രേ. സംസാരിക്കാനോ? ഒന്ന് വന്നിട്ട് പോടാ. ഏതു നേരം പറമ്പിലാണല്ലേ മൂപ്പര്. അതുകൊണ്ട് അവൻ അന്തസ്സായിട്ട് ജീവിക്കണം. ആ അതാണ്. ആ സത്യശീല, ഓ ഇതൊക്കെയാണ് മോനെ. അതെ എന്താപ്പോ? അതെ മാഷേ, ഈ ആവശ്യം നിങ്ങളുടെ അല്ലേ, നിങ്ങൾ പറയേ. മതിയോ? അതെ ഉം. പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ. ഓ അറിയാലോ. അപ്പോ ഈ പെരേന്ന് ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് നമ്മുടെ പാർട്ടിക്ക് ഒരു ആഗ്രഹമുണ്ട്. അച്ഛന് ഈ വയസ്സുകാലത്ത് ഒന്നും ശരിയാവില്ല. അല്ല അച്ഛനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അല്ല ഇനിയിപ്പോ ഇവനിപ്പോ അതിന് സമയം ഉണ്ടാവും ഉണ്ടാവൂടാ. അച്ഛനും അനിയനല്ലേ, നമ്മൾ സത്യശീലനാണ് ഉദ്ദേശിക്കുന്നത്. ആ പിന്നെ ആകെ നടക്കും. അതെന്താണ്? എന്ത് ഭ്രാന്താ പോയതൊക്കെ നിങ്ങൾ പറയണേ? ഞാനത് നിന്നത് ശരിയാവില്ല. അങ്ങോട്ട് നോക്കി, ഈ മാഷ മോനാന്നുള്ള ഒറ്റ പേര് മതി നിങ്ങൾക്ക് വിജയിക്കാൻ. ആകെ ശരി തന്നെയാണ്. പക്ഷെ ഈ വാഴയും കൃഷിയൊക്കെ ആരാ നോക്കുക? അത് ഉണ്ണി നോക്കിക്കോളൂ അല്ലേ ഉണ്ണിയെ? എന്ന് പറഞ്ഞിട്ട് വെറുതെ നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ നല്ല അധ്വാനമുള്ള പണിയാ. അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് പാർട്ടിക്കാർക്ക് പറ്റുമോ? പറയല്ല അത്യശീല, ഇതിപ്പോ പാർട്ടിന്റെ ഒരു ആവശ്യമായി പോയി നിങ്ങളൊരാള് നിക്കാന്നുള്ളത്. അല്ല പാർട്ടിയിൽ ഇപ്പോ ജനസമ്മതി ഉള്ള ഒരാള് വേണോ? അപ്പൊ നിങ്ങളുടെ പാർട്ടിയിൽ ഇല്ലേ? ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. അതാണിപ്പോ കാര്യേ. പാർട്ടി ഇവിടെ ജയിച്ചു കഴിഞ്ഞാല് പാർട്ടിന്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് കാർഷിക മേഖലയിലുള്ള ഒരു വിപ്ലവമാണ്. അതിന് ഏട്ടൻ ബെസ്റ്റാ. അതെ ഇവിടെ ആരും കൃഷി ചെയ്യേണ്ടതല്ല. ഇവിടെ പൂഴിക്കുന്നത്തെ ഗോപാനില്ലടാ. ആ ഓൻ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഓൻ ഏക്കറ കണക്കിന് കൃഷി ചെയ്യുന്നുണ്ട്. ഓനും ഓന്റെ ഭാര്യയ്ക്കും ഓന്റെ കുട്ടിക്കും കഴിക്കാനുള്ള പച്ചക്കറി ഉണ്ടല്ലോ, അത് മാത്രം വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കും. ബാക്കി വരുന്നതില് വിൽക്കാനുള്ളതില് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയിൽ അടിക്കണ വിഷത്തേക്കാൾ കൂടുതലുള്ള വിഷം അടിക്കും. പയറൊക്കെ ഈ വലുപ്പമാണ്. അതുപോലുള്ള ആളുകളല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. സത്യസന്ധമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കണം. ആ രംഗത്താണ് വിപ്ലവം വേണ്ടത്. അങ്ങനെയുള്ള സത്യസന്ധതയുള്ള ഒരു കർഷകനാണ് സത്യശീലൻ. അല്ല മാഷെ, ഈ മോനല്ലേ എന്തൊരു അവാർഡ് കിട്ടിയത്? ജ്ഞാനപീഠമല്ലേ? കർഷകശ്രീ. ഇതിപ്പോ മാഷേ, നമ്മളെ ഭാഷയെ പറഞ്ഞാലേ ഈ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരു ദിവസം വന്ന പോലെയായി. അതായത് കർഷകശ്രീ അവാർഡ് കിട്ടിയ മോൻ
മാസം മോൻ എന്നുള്ള പേരും ഈ ഒറ്റ കാര്യം മതി LDPന്റെ സ്ഥാനാർത്ഥിയായിട്ട് സത്യശീല ഇവിടെ വിജയിക്കാൻ. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് മൈതുക്ക, പക്ഷെ എന്നാലും അത് വേണ്ട അച്ഛാ. സത്യശീല അത് പറയരുത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് അല്ല, കാര്യമായിട്ട് പറയാം, അത് പാർട്ടിയുടെ ഒരു തീരുമാനമാണ് അത്. ഏട്ടാ നിക്കൂ, നമുക്ക് നോക്കാന്നേ. അച്ഛാ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. ആ കണ്ടോ, മാഷ് പച്ച ലൈറ്റ് ഇട്ട് കഴിഞ്ഞു. അവന് പെരക്കാരെ വിളിച്ചോണ്ട് വിവരം പറഞ്ഞാളി. അച്ഛാ ഒന്ന് പറയാം. സന്തോഷം. കണ്ടോ, ഒന്ന് വരൂ. സത്യശീല ഈ ബസ്മിക്കണ്ടോ, ഞമ്മളൊക്കെ ഉണ്ട് എന്റെ കൂടെ, ഈ ഒറ്റക്കല്ല. ആ വരി. അതെ, വിവരം അറിഞ്ഞോ? നിങ്ങളെ കെട്ടിയവനാണ് ഇപ്രാവശ്യം നമ്മളെ സ്ഥാനാർത്ഥി. ജയിച്ചിട്ട് എന്താണോ സത്യശീലൻ ജയിച്ചിട്ട് ഇവിടെ എന്താണ് നമ്മൾ കാട്ടിത്തരാം എന്തൊക്കെയാ നടക്കാൻ പോണത്. അപ്പൊ മാഷെ എല്ലാം തീരുമാനമായി. LDPന്റെ ഈ വാർഡിലെ സ്ഥാനാർത്ഥി സത്യശീലൻ. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.